നമസ്കാരം. നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം എടുക്കുന്ന ഒരു ഷോട്ടാണിത്. ഇതൊരു വില്ലീസ് ജീപ്പാണ്. വളരെ പഴക്കമുള്ളൊരു മിലിറ്ററി വണ്ടിയാണ്. ഇതിൻ്റെ സ്റ്റീറിംഗ് വീല് വരുന്നത് അപ്പുറത്തെ സൈഡാണ്. കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല, ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറയാണ്. മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തൊരു വണ്ടിയാണെന്നറിയാം. അതുപോലെ തന്നെ ഇത് അധികം റീസ്റ്റോറേഷൻ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം സ്റ്റീറിംഗ് വീല് അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി അറിയാവുന്ന രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ആവശ്യമാണെങ്കിൽ മാത്രം അതൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി ഇതിനെപ്പറ്റി അറിയാവുന്ന ഇതിൻ്റെ ഓണറിനെ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എടുക്കുകയാണ്. ഇവിടെയൊക്കെ എന്താ പറയുക, ആയുധങ്ങൾ വെക്കാനുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക, ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെക്കാനുള്ള ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ കണ്ട അടുത്തൊന്ന് വാട്ടർ ബോട്ടിലൊക്കെ ആ പഴയ മിലിറ്ററി ഗ്രേഡിൽ തന്നെ ഒരു വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളെടുത്ത വീഡിയോ ആണ്. അഡീഷണൽ ആയിട്ട് AC ചെയ്തതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ എന്താ പറയുക, ഓവറോൾ ഒരു നല്ല ഫീലുള്ളൊരു മിലിറ്ററി ഗ്രേഡ് വണ്ടിയാണ്. എന്താ പറയുക, നമ്മൾ കയറിയിട്ട് ഇങ്ങനെ കുലുക്കി നോക്കിയൊക്കെ ആണെങ്കിൽ തന്നെ സ്റ്റിഫാണ്, അത്രയ്ക്ക് സ്റ്റിഫാണ് വണ്ടി. ഒരു പാറ്റൻ ടാങ്ക്, ഒരു ബേബി പാറ്റൻ ടാങ്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ അത്രയും ഓൾഡ് തന്നെയാണ് കേട്ടോ. പിന്നെ അകത്തുള്ള AC എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്രയും തന്നെ വലിയ സൈസുള്ള വീലാണ്. നമ്മുടെ ടോട്ടൽ ഒരു കാറിൻ്റെ ടയറിൻ്റെ സൈസ് തന്നെ ഇതിൻ്റെ വീലിന് വന്നിട്ട്. പിന്നെ നമുക്ക് ഇത് കണ്ട ഓൾറെഡി ഒരു എന്താ പറയുക, നമ്മുടെ തിമിംഗലത്തേക്ക് വേട്ടയാടുന്ന രീതിയിലുള്ളൊരു ആയുധം ഇവിടെ ഓൾറെഡി പ്രസൻ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു ടൂൾ ബോക്സ് കാര്യങ്ങളുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ട് ഇതിൻ്റെ അപ്പുറത്തൊരു ഫോണുണ്ട്. അതായത് മിലിറ്ററി വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ ഒരു ഫോൺ അതിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് പവർ സ്റ്റിയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് ലോക്കാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ പക്ക അന്നത്തെ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണുള്ളത്. ജസ്റ്റ് കുഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടവർ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ ഈ വാഹനമുള്ള ലൊക്കേഷൻ ഇടാം. നമ്മുടെ അന്നത്തെ കാലത്ത് എന്താ പറയുക, മിലിറ്ററി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. ഇങ്ങനെ കറക്കിയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. എന്നിട്ട് ചെവിയിലോട്ടൊക്കെ സംസാരിക്കാന്നല്ല, ഒരു കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മെക്കാനിസം. ആ ഫോണിൻ്റെ അതും ഒരു ടാങ്ക് പോലെ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ ബിൽഡ് ലൈക്ക് എ ടാങ്ക് എന്നൊക്കെ പറയില്ലേ. ഇതൊരു ജെറിക്കാനുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഇത് കാണിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അവിടെ. ഓക്കെ, ഒരു സ്റ്റോപ്പ് ലൈറ്റ് അഡീഷണൽ ഒക്കെ കൊടുത്തേക്കുന്നതാണ്. ഷവലുണ്ട്. അത് കറക്റ്റ് പാക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതായത് വണ്ടി താന്നു പോവാണെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാനായിട്ടാണ്. പഴയ മിററും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പൊ അന്നത്തെ എന്തോ ഒരു ടോക്കൺ പാസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇത് ചോദിക്കുന്നത്. അതൊക്കെ ഒറിജിനലാണ് കേട്ടോ. പിന്നെ ഓവറോൾ വാഹനം പെർഫെക്റ്റ് കണ്ടീഷനാണ് കേട്ടോ. വണ്ടി ഓഫ് റോഡിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഒന്ന് കഴുകി ഇത് ഷോറൂമിൽ ഇട്ടിട്ടുണ്ടെന്ന്. ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്തെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ക്യാമറമാൻ പോൾ സീസൺ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചർ.